അപ്പം KDN ലൈവിൻ്റെ പാർട്ട് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് KDN ലൈവിലെ 10ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരക്ടർ ഇൻട്രോ ആണ്. അതായത് ക്യാരക്ടർ ഇൻട്രോ ഇങ്ങനെ ഉണ്ടാവും. ഇത് കുറച്ച് അഡ്വാൻസ് എഫക്റ്റ് ആണ്. ഇതേപോലുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയും ബേസിക്സും മുമ്പത്തെ വീഡിയോസിലാണ് പറഞ്ഞു പോയത്. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഒരു സൈക്ലിസ്റ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ സൂമിയെ ജസ്റ്റ് കൺട്രോൾ കീ അമർത്തി പിടിച്ച് മൗസ് വീല് മേലോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്യാനാവും. സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് ക്ലിപ്പ്. ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയാകുന്നേരം നമുക്ക് ഇതിൻ്റെ പേര് എഴുതി വരണം. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമെന്ന് വെച്ചാൽ പേര് എഴുതി വരുന്ന ഭാഗം വലിയ മോശം ബ്ലർ ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഭാഗം ചെയ്യണം. അത് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ മാക്സിമം പറ്റുന്ന FPS നിങ്ങൾ ഷൂട്ട് ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 60 FPS എങ്കിലും എടുത്ത് ഷൂട്ട് ചെയ്യണം. അതിൽ മോഷൻ ബ്ലറൊക്കെ കുറച്ച് കുറവായിരിക്കും. മോഷൻ ബ്ലർ പിന്നെ വേണമെങ്കിൽ നമുക്ക് എഡ് ചെയ്യാനാവും. ഓക്കെ, ഞാൻ ഏകദേശം ഈ പൊസിഷൻ തിരഞ്ഞെടുത്തു. ഇനിയാണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ ജസ്റ്റ് എഫക്ട്സ് പോയിട്ട് ഫ്രീസ് എന്ന് പറഞ്ഞ എഫക്റ്റ് എടുത്ത് മോഷനിൽ ഫ്രീസ് എടുത്ത് ഇതിൽ ഡ്രാഗ് ചെയ്ത് ഇട്ട് കണ്ടോ. അപ്പോൾ ഇതൊരു അനക്കില്ലാത്ത ക്ലിപ്പായി, ഒരു സ്റ്റില്ല് ക്ലിപ്പായി മാറിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. എന്നിട്ട് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ്. കണ്ടോ, കറക്റ്റ് അതേ പൊസിഷനിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരു ട്രാക്ക് ആഡ് ചെയ്യണം, മേലൊരു ട്രാക്ക്. ഓക്കെ, ഇനിയാണ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ പോയിട്ട് ഞാൻ നേരെ എഫക്ട്സിൽ റോട്ടോസ്കോപ്പിംഗ് എന്നുള്ള എഫക്റ്റ് എടുത്തു, ഡ്രാഗ് ചെയ്ത് ഇതിൽ ഡ്രോപ്പ് ചെയ്തു. റോട്ടോസ്കോപ്പിങ്ങിനെ പറ്റി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. മാസ്കിംഗ് ആണ്, മാസ്ക് ചെയ്തെടുക്കും. അതായത് നമുക്കൊരു ഒബ്ജക്റ്റിനെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാസ്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനാവും. ഇപ്പോൾ ഇത് ഇങ്ങനെ പെൻ ടൂൾ യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മാസ്ക് ചെയ്തെടുക്കാനാവും. ഞാനൊരു ഫുൾ സ്ക്രീനാക്കുകയാണ്. ഇവിടെ ടോപ്പിൽ റൈറ്റ് സൈഡിൽ വന്നാൽ സ്വിച്ച് ടു ഫുൾ സ്ക്രീൻ കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്യാണ്. മാസ്ക് ചെയ്ത് ഒരു പൊസിഷൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ വെച്ചാൽ മതി. ഇനി നിങ്ങളുടെ മാസ്കിങ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്ലിപ്പ് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. മാസ്കായി. ഇപ്പോൾ മാസ്ക് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സൈക്ലിസ്റ്റിൻ്റെ ഈ രൂപം മാത്രം മാസ്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടിയത്തെ റൈഡ് ഹൈഡ് ചെയ്തിട്ട് നോക്കാം. മാസ്ക് ആയിട്ടുണ്ട് കംപ്ലീറ്റ്. ഇപ്പോൾ മാസ്കായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാസ്ക് ചെയ്ത ലെയർ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ലെയർ ഉണ്ടാക്കുകയാണ്. അതായത് V1ൻ്റെയും V2ൻ്റെയും ഇടയിൽ ഒരു ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒക്കെ ഉണ്ടാക്കി ഇടയിലൊരു ട്രാക്ക് വന്നു. ഈ ഇടയിലുള്ള ട്രാക്കിലാണ് നമ്മൾ ടെക്സ്റ്റ് എഡ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഹോം പൊസിഷനിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് പ്രൊജക്റ്റ് പോയിട്ട് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് അടിക്കുകയാണ്. ടൈറ്റിൽ ക്ലിപ്പിനെ പറ്റിയുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കാണും. ഇത് ജസ്റ്റ് ഈ റെക്ടാങ്കിൾ ടൂൾ, ഈ ടോപ്പിൽ റൈറ്റിലുള്ള ടൂൾ ബോക്സിൽ നിന്ന് റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. മേലൊരു വൈറ്റ് റെക്ടാങ്കിൾ കൊടുത്തു. ഇനി ഒന്നും കൂടി ടൂൾ സെലക്ട് ചെയ്തിട്ട് അടിയിൽ ഒരു ചെറിയ റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. ഈ റെക്ടാങ്കിൾ ഞാൻ എന്താക്കി കളറ് മാറ്റി ചുവപ്പാക്കി. എന്നിട്ട് വേണമെങ്കിൽ അത് താഴോട്ടേക്കാകാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ താഴോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ടൂൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പേരാണ് കൊടുക്കുന്നത്. അതിൻ്റെ സൈസ് കൂട്ടാൻ ചോദിക്കുന്നുണ്ട്.
ഓക്കെ, ഞാനൊരു സൈസൊക്കെ ഒരു 87 ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് സൈക്ലിസ്റ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ കളറ് വൈറ്റ് ആക്കുകയാണ്. അതിൻ്റെ സൈസ് ഒരു 50 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി ഇത് നോർമലായിട്ടുള്ള ഒരു റെക്ടാങ്കിളാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് സ്ഫിയർ ചെയ്യാനാവും. അതിന് ജസ്റ്റ് ഈ റൊട്ടേറ്റ് എക്സ് ആക്സിസ് എന്നുള്ളതിൽ പോയിട്ട് നിങ്ങളിത് ചേഞ്ച് ചെയ്താൽ മതി. ആംഗിൾ 21 ആക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ റൊട്ടേറ്റ് 21 ആക്കുകയാണ് എക്സ് ആക്സിസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ അടിക്കുക. എന്നിട്ട് നേരെ ഈ ഷേപ്പ് കൊണ്ട് ഇതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് പൊസിഷൻ അനുസരിച്ച് ക്രോപ്പ് ചെയ്യുക. അതിനൊന്ന് കണ്ടു കറക്റ്റ് അടിയിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പൊസിഷനിൽ മാറ്റണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് അടിക്കുക. ഇനി ഡ്രാഗ് ചെയ്തിട്ട് 2 സെലക്ട് ചെയ്തിട്ട് ഒന്ന് താഴോട്ടാക്കി അപ്ഡേറ്റ് അടിക്കുക മതി. അപ്പം കുറച്ച് താഴെ വന്നിട്ടുണ്ട്. ഇനിയാണ് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. ഈ ടെക്സ്റ്റ് പെട്ടെന്ന് വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാനൊന്ന് ഡ്രാഗ് ചെയ്ത് ബാക്കൗട്ട് ആക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഇതിലേറെ ഒരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. വൈപ്പാണ് വന്ന് വൈപ്പിന് സെലക്ട് ചെയ്തിട്ട് വൈപ്പ് മെത്തേഡ് അടിച്ചിട്ട് അതിൽ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം എടുക്കാൻ, ഞാൻ ക്ലൗഡ് എടുത്തിട്ടുണ്ട്. ക്ലൗഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇങ്ങനെ വന്നു. അല്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ഞാൻ ക്ലൗഡ് എടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് വന്നു. കുറച്ച് ക്വിക്കാണ്. നമുക്കൊന്ന് കുറച്ചൊന്ന് ലോങ് ആയി കൊടുക്കാം. കണ്ടോ. ഇനി ബാക്ക്ഗ്രൗണ്ട് ലെയർ ഫോർഗ്രൗണ്ടായിട്ടൊരു വ്യത്യാസം ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അതിന് എഫക്ട്സ് പോയിട്ട് നമുക്ക് സാച്ചുറേഷനിൽ പോയിട്ട് സാച്ചുറേഷൻ ആഡ് ചെയ്തിട്ട് അത് ഫുള്ള് 0 അല്ലെങ്കിൽ 1 ആക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അതിന് പകരം നമുക്ക് വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. അതിന് വേണ്ടി ജസ്റ്റ് ഓൾഡ് ഫിലിം അടിക്കുക. ഓൾഡ് ഫിലിം അടിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ എഫക്റ്റ് കിട്ടി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന. അതിന് വേണമെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ഒന്ന് കുറയ്ക്കാം. ഈ ഒബ്ജക്റ്റിന്, അതായത് ഈ സൈക്ലിസ്റ്റിൻ്റെ ഈ ഫേസും ഈ ബോഡി പാർട്ടിന് ഒരു ബോർഡർ കൊടുക്കണം. അതായത് സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു നമുക്കൊരു വഴിയുണ്ട്. അതിന് ഈ V3ൻ്റെ V2ൻ്റെ ഇടയിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഇൻസേർട്ട് ട്രാക്ക് അടിച്ചിട്ട് ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് പിന്നെ പോയിട്ട് ആഡ് കളർ ക്ലിപ്പ് അടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു റെഡാണ് സെലക്ട് ചെയ്യുന്നത്. അത് ടൈറ്റിലായിട്ട് മാച്ച് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ക്രോപ്പ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് ക്രോപ്പ് ചെയ്യാം. ഒരു ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ കാണുന്നത്. പേടിക്കേണ്ട, നമുക്ക് മാറ്റാം. ഇനി ഞാനെന്ന് വെച്ചാൽ ആദ്യം ഈ ലെയർ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതെന്ത് എഫക്റ്റാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒന്ന് സൂമിനായി വരുന്ന പോലെയുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന് നെക്സ്റ്റ് ഞാൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ എഫക്റ്റ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. ശേഷം എൻഡ് പോയിട്ട് ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സൈസ് ഒന്ന് കൂട്ടി. ഓക്കെ, ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കിക്കാണാം ഇതാണ് സൈസ്. ഇനി ഈ എഫക്റ്റ് കോപ്പി ചെയ്യൂ. ഇനി ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് എഫക്ട്സ് അടിച്ചു. കണ്ടോ, അപ്പോൾ ഇതും അങ്ങനെ തന്നെ റെഡിയാവും. പക്ഷേ ഈ ചുവപ്പ് ലെയർ കുറച്ചുകൂടി ഒന്ന് ഇതിനേക്കാളും വലുതായിക്കണം. ജസ്റ്റ് ഈ ലെയറിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ലെയറിൽ പോയിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യണം സൈസ്. എന്നിട്ട് ഇതൊന്ന് അലൈൻ ചെയ്യുന്ന പൊസിഷൻ ചെയ്തതിൻ്റെ ഓക്കെ. ഇത് ജസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് ലെയറിൽ വന്നിട്ട് വീണ്ടും പൊസിഷൻ ഒന്ന് കൂട്ടാണ്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് അലൈൻ ചെയ്യാണ്.
അപ്പോൾ ഇങ്ങനെയുണ്ടാവും. ഇനി ഈ ടെക്സ്റ്റ് ലെയറും ഒന്ന് വലുതായി വരണം. അതിന് വേണ്ടിയിട്ട് ഇതിലൊരു ട്രാൻസ്ഫോം പിക്ചർ എടുത്തിട്ടതിന് ശേഷം ഫസ്റ്റ് ലെയർ അങ്ങനെ നിന്നോടെ ലാസ്റ്റ് ലെയറിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഇതൊന്ന് സൈസ് ഒന്ന് കൂട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉള്ള മോസ്റ്റ് ഓഫ് ദ എഫക്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടാണുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തതാണ്, ഇതിനെക്കൊണ്ടാണ്. അതൊന്നും മനസ്സിലാത്തവർ മുമ്പത്തെ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. അതിൽ മാസ്കിങ് ടൈറ്റിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.